ഇന്ത്യൻ മനസാക്ഷിയെ ഞെട്ടിച്ച ധർമ്മസ്ഥല കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. വർഷങ്ങൾ പഴക്കമുള്ള ദുരൂഹമരണങ്ങളുടെയും കൂട്ടക്കൊലകളുടെയും ചുരുളഴിയുന്നത് ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ജീവനക്കാരന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിലൂടെയാണ്. 100-ലധികം മൃതദേഹങ്ങൾ കാടിനുള്ളിൽ കുഴിച്ചിട്ടുവെന്ന ഇയാളുടെ മൊഴിയാണ് ഈ കേസിന്റെ അന്വേഷണത്തിന് തുടക്കമിട്ടത്. 1998 മുതൽ 2014 വരെയുള്ള കാലയളവിൽ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ഔദ്യോഗിക രേഖകളില്ലാതെ സംസ്കരിക്കാൻ ക്ഷേത്രത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിരുന്നുവെന്ന് സാക്ഷി പറയുന്നു. വെളിപ്പെടുത്തലിനെ തുടർന്ന് കർണാടക സർക്കാർ ഒരു പുതിയ അന്വേഷണ സംഘം രൂപീകരിച്ചു. DGP പ്രണവ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള ഈ സംഘം സാക്ഷിയുടെ മൊഴി അടിസ്ഥാനത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇതുവരെ 13 ഇടങ്ങളിലാണ് SIT പരിശോധന നടത്തിയത്. നേത്രാവതി നദിക്കരയിലും ബാഹുബലി കുന്നിന്റെ സമീപത്തും അസ്ഥികൂടാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടെടുത്ത അസ്ഥികൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. എന്നാൽ കേസിന്റെ അന്വേഷണം അത്ര എളുപ്പമായിരുന്നില്ല. കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് വിലക്കിക്കൊണ്ട് ഒരു സിവിൽ കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് വലിയ വിവാദമുണ്ടാക്കി. പിന്നീട് കർണാടക ഹൈക്കോടതി ഈ ഉത്തരവ് റദ്ദാക്കി. കൂടാതെ ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധമുള്ള ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികളാണ് കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലെന്ന ആരോപണവും ശക്തമാണ്. ഇതിനിടെ അന്വേഷണ സംഘത്തിന്റെ ഒരു വനിതാ IPS ഉദ്യോഗസ്ഥ പിന്മാറിയതായും സംശയങ്ങൾക്കിടയാക്കി. മൃതദേഹങ്ങൾ തന്നെ വേട്ടയാടുന്നുവെന്ന് അഭിമുഖത്തിൽ പറഞ്ഞ സാക്ഷി തനിക്ക് മനസമാധാനത്തിന് വേണ്ടിയാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയതെന്നും വ്യക്തമാക്കി. അസ്ഥികൂടങ്ങളാണ് തന്റെ സ്വപ്നങ്ങളിൽ നിറയുന്നതെന്നും ഈ അവശിഷ്ടങ്ങൾ കണ്ടെത്തി ശേഷക്രിയകൾ ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് വെളിപ്പെടുത്തിയതിനെ തുടർന്ന് സാക്ഷിക്ക് പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുകയാണ്. SITക്ക് മുന്നിൽ നിരവധി വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ കേസിന്റെ ഗതി നിർണായകമാകും. ധർമ്മസ്ഥലവുമായി ബന്ധപ്പെട്ട ഈ ദുരൂഹതകൾക്ക് സത്യസന്ധമായ ഒരു മറുപടി ലഭിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം.